ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കുക്കറിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് മാഗ്നേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ്, അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാവരും നല്ലോണം പെരട്ടി മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി മസാലയൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇത് കുറച്ചധികം സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്നായിട്ട് ഇതിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിനി മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് സവോളയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവോളയും കൂടി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബിരിയാണീൻ്റെ പുറമെ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇതാ സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളർ ആകുമ്പോൾ കരിഞ്ഞു പോവാതെ കോരിയെടുക്കണേ. അപ്പോൾ അത് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ എണ്ണ കുറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പോരാത്ത എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി സവോളയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. സവോളയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമുക്ക് കുറച്ച് തീ കൂട്ടി വെക്കാൻ വേണമെങ്കിൽ, ആവി അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ആവാത്തത്. ഇതിലേക്ക് 2 പച്ചമുളകും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അരച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗണൊന്നും ആകണ്ട, ചെറുങ്ങനെ കളർ മാറുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ കൂടി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയാണ്, ഇത് ഒരുപാട് എരിവില്ല കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഇനി ഞാൻ ഇടുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ നിറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ മസാല ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ ഗ്രേവി എല്ലാം ഈ ചിക്കനിലേക്ക് നല്ലപോലെ മിക്സ് ആവണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു 2 സ്പൂൺ കൂടി തൈര് ഒഴിക്കുന്നുണ്ട്. ഇതിന് പുളി കുറവാണ്, പിന്നെ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേനും നമുക്ക് റൈസിന് വേണ്ട വെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കറുവപ്പട്ടയും എല്ലാം ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം മതി കേട്ടോ ഇങ്ങനെ വേവിക്കുമ്പോൾ. കാരണം നമുക്ക് ചിക്കൻ്റെ അകത്തു നിന്നൊക്കെ വെള്ളം എല്ലാം വരും, അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോവും. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്, ഞാൻ മൂടി വെച്ച് വേവിച്ചത്. അതിലേക്ക് ഞാൻ മല്ലിയില പുതിന എല്ലാം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമ്മൾ അതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കണം. ഒരു കാരണവശാലും മിക്സ് ചെയ്യരുത്. അതിൻ്റെ പുറമെ ഇങ്ങനെ വിരിച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ ആ ചിക്കനുമായിട്ട് മിക്സ് ചെയ്യരുത്. ആ പുറമെ ഇങ്ങനെ വിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം, അത് 3 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം കണക്കാണ് തിളപ്പിച്ചേക്കുന്നത് കേട്ടോ. അത് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ റൈസ് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഇറങ്ങി പോവേ. നമ്മൾ പതുക്കെ ഒഴിച്ചാലും അതിൻ്റെ ഗ്രേവി പുറമെ വരുമ്പം ആ ഒരു കളറൊക്കെ കാണാൻ പറ്റും, എന്നാലും അതിൻ്റെ പുറമെ തന്നെ റൈസ് ഉണ്ടാവും. ഇനി നമുക്ക് കുക്കറിന് ഒരു വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അത് വിസിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് സാലഡും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പം ഞാൻ ചെറുങ്ങനെ അരിഞ്ഞ സവോളയും പിന്നെ അതുപോലെ കുക്കുംബറാണ്, പച്ചമുളക്, കുക്കുംബർ ഇതൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചീവി ഇടാം, അതുപോലെ തന്നെ തക്കാളി ഇടണമെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പം ഞാൻ അത് രണ്ടും ഇടുന്നില്ല, ഇത്ര ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഉപ്പും തൈരിന് പുളി കുറവാണ് കേട്ടോ. അപ്പോൾ തൈരൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സാലഡ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കുന്നത് കേട്ടോ. ഒരുപാട് പുളി ഇഷ്ടമില്ല, അതുകൊണ്ടാണ് തക്കാളി ഇടാത്തത്. അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ അത് ഫുള്ള് എയർ പോയി തീർന്നതിന് ശേഷം തുറന്നാൽ മതി കേട്ടോ. കറക്റ്റ് പരുവായിരിക്കും. റൈസും വെന്തിട്ടുണ്ടാവും, ചിക്കനും വെന്തിട്ടുണ്ടാവും, നല്ല സെറ്റായിരിക്കും കണ്ടോ. ചിക്കൻ താഴെ ഉണ്ടാവും, നമ്മൾ മിക്സ് ചെയ്യാത്തത് കൊണ്ട് റൈസ് മാത്രമായിരിക്കും പുറമേ ഉണ്ടാവുന്നത്. ഞാൻ നന്നായിട്ട് ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, കറക്റ്റായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്, അതുപോലെ റൈസും വെന്തിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോകത്തില്ല.
ഇനി നമുക്ക് കുക്കറിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ എൻ്റെ കുക്കർ ഇത് വലുതായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ പുറമേ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയും ഒക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഏറ്റവും പുറമേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ആവി പോകുന്നത് വരെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി കിട്ടും. അപ്പം ഞാൻ കുറച്ച് സമയം മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ നേരമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി സെറ്റപ്പാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. എളുപ്പമാണ് ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട്. വളരെ സിമ്പിളല്ലേ റെസിപ്പി. അപ്പോൾ നന്നായിട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ.